ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണേ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വസന്തോത്സവം കാണാൻ വേണ്ടിയിട്ടാണേ. മനോഹരമായ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണേ. അങ്ങനെ ഞങ്ങൾ പാസ് കൊടുത്തത് അകത്തേക്ക് കയറിയപ്പോൾ ഈ ഒരു ആർച്ച് പോലുള്ള ഒരു ലൈറ്റാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പോയവരുടെയൊക്കെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പോയില്ലായിരുന്നെങ്കിൽ നഷ്ടമായിപ്പോയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വസന്തോത്സവം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇത് ഈ കാണുന്ന പൂവിൻ്റെ കുറേ ലൈറ്റുകൾ അവിടെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ ചെല്ലുന്ന ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ ലൈറ്റുകളൊക്കെ കുറച്ച് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ തിരിയുന്ന നേരം ഒരു കൂടാരത്തിൽ എല്ലാവരും കൂടെ കയറി പോകുന്നുണ്ടായി. അവിടെ എന്താണെന്നറിയാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നേ. ഒരു DJ പോലുള്ള ഒരു ഇതായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അടിപൊളി കേട്ടോ. അതിനകത്ത് കയറിയിട്ട് വേറൊരു ലോകത്തായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഒരു മിറർ വാൾ പോലുള്ള ഒരു ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇവിടെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ കുട്ടീസൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇരുത്താവേ. അപ്പോൾ അത് പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവൾ ഊഞ്ഞാലാടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതിൽ കൂണുണ്ട്, അതുപോലെ തന്നെ ആനയുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടേ. ഇതിൽ കൂടി കുറച്ച് മുന്നോട്ട് നടന്നിറങ്ങുമ്പോൾ ഇതുപോലെ മരങ്ങളൊക്കെ അലങ്കരിച്ചിട്ടേക്കുന്നത് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് വന്നിട്ട് കുറച്ച് നേരം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നേ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. നീളം ഞാൻ പറയണ്ടല്ലോ അല്ലേ, ഒരുപാടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനടുത്തായിട്ട് ഐസ്ക്രീം കട അതുപോലെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നേ. ആ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു തീ പോലുള്ള ഒരു സെറ്റപ്പിൽ ലൈറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു നല്ല തിരക്ക് കാണുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കിയായിരുന്നു. അപ്പോൾ അതൊരു ഇഗ്ലൂ ഹൗസാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇഗ്ലൂ ഹൗസിൽ കയറുന്നത്. എനിക്ക് അതിനകത്ത് കയറിയപ്പോൾ ഉണ്ടായ ഒരു ഫീല് ബ്രീത്ത് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ മോളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതിനകത്തൊരു ട്രേയിൽ മഞ്ഞ പോലുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. പാർട്ട് 2 വെയിറ്റ് ചെയ്യണേ.